പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാനുമായുള്ള ആണവ കരാറിൽ 10 ദിവസത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ പശ്ചിമേഷ്യ ഇതിനു മുൻപ് കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ എന്തെങ്കിലും ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അടിയന്തരമായി ആണവ കരാറിൽ എത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഉറപ്പ് നൽകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ഈ ഘട്ടത്തിൽ പക്ഷേ നയതന്ത്രപരമായി ഈ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇറാൻ നേരിടുന്നുണ്ട്. ഈ ഭീഷണികളൊക്കെ നേരിടാൻ ഇറാൻ സന്നദ്ധമായിരുന്നു. അല്ലെങ്കിൽ ഈ ഭീഷണികളെയൊക്കെ നേരിട്ടപ്പോൾ പോലും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു, പണപ്പെരുപ്പം വന്നു, തൊഴിലില്ലായ്മയുണ്ടായി, നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെയും അസ്വസ്ഥരായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ തെരുവിലിറങ്ങുന്ന ജനങ്ങളെ വെടിവെച്ച് കൊന്നു കളഞ്ഞുകൊണ്ട് ഇറാൻ അതിനെയും പ്രതിരോധിച്ചു. അത്തരത്തിലുള്ളൊരു കാട്ടാള ഭരണകൂടമാണ് ഇറാനിലുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഉപരോധങ്ങളെയും ഭീഷണികളെയും ഒക്കെ നേരിടാൻ ചില അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകളിൽ കൂടി ഇറാൻ ഏർപ്പെടുന്നുണ്ട്. അത് റഷ്യയും ചൈനയുമായി ഇറാൻ കൂടുതലായി അടുക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അന്താരാഷ്ട്ര നിരീക്ഷകർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ പുതിയ അച്ചുതണ്ടിനെ. ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു പ്രതിരോധ അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ ശക്തമാണ്. റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ സഖ്യം ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അപ്പുറം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ റഷ്യക്ക് വലിയ സഹായമായിട്ടുണ്ട്. പകരം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കാൻ റഷ്യ സഹായിക്കുന്നുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനിലേക്ക് എത്തുന്നതോടെ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഈ സഹകരണം സഹായിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, റഷ്യ യുദ്ധം നടക്കുകയാണ്. യുക്രൈൻ എന്ന് പറയുന്ന കുഞ്ഞൻ രാഷ്ട്രത്തിന് അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും ഒക്കെ പിന്തുണയുണ്ട്. എന്നിട്ട് പോലും റഷ്യയെ കീഴടക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റഷ്യ എത്രത്തോളം വലിയ സൈനിക ശക്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക വിരോധങ്ങളെ മറികടക്കാൻ ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു ബദൽ സാമ്പത്തിക സംവിധാനവും ഒരുക്കുന്നതായുണ്ട്. ഒരു ഡി ഡോളറൈസേഷൻ അഥവാ വ്യാപാരത്തിൽ നിന്നും അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കി ഒരു പുതിയ തന്ത്രം. ചൈന ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങുകയും പകരം അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുകയും റഷ്യയുമായി ചേർന്ന് ബാങ്കിംഗ് ആശയവിനിമയത്തിനായി സ്വിഫ്റ്റിന് പകരം പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഈ സാമ്പത്തിക സുരക്ഷാ കവചം അമേരിക്കൻ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഇറാനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. പശ്ചിമേഷ്യയിലെ ജലപാതകളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഈ രാജ്യങ്ങൾ സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാന എണ്ണക്കടത്ത് പാതകളിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ അമേരിക്കൻ നാവികസേനയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായി കഴിഞ്ഞ ദിവസവും നൽകിയിരുന്നു. സമുദ്ര സുരക്ഷയിലും ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലും ഈ രാജ്യങ്ങൾ ഒരേ താല്പര്യം പങ്കിടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്താനും കാരണമായേക്കാം. മുൻപ് നിലവിലുണ്ടായിരുന്ന ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ കടൽക്കിഴവൻ ഭരണാധികാരികളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ അവർക്ക് ആണവശേഷി കൈവരിക്കുന്നതിനേക്കാൾ പ്രധാനമായി കാര്യങ്ങളൊക്കെ സുതാര്യമായിരിക്കുകയും അവർ ചില നിബന്ധനകളിൽ ഏർപ്പെടുകയും വേണ്ടതുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ സമ്പുഷ്ടീകരണം നടത്തി ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് പോകാൻ അവർക്ക് അനുവാദമില്ല. ആ അനുവാദത്തെ ലംഘിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഇടപെടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഇറാനുമായുള്ള കരാറിൽ നിന്നും മുൻപേ പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ബദ്ധശത്രുക്കളെ പോലെ നിൽക്കുന്ന 2 രാഷ്ട്രങ്ങൾ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആര് ജയിക്കും എന്നതിനേക്കാൾ ഉപരിയായി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറി മറിഞ്ഞു വരുന്ന അച്ചുതണ്ടാണ്. ഇറാൻ പരാജയപ്പെട്ടാൽ അത് പശ്ചിമേഷ്യയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്നും അവർക്ക് മുന്നിൽ ഇപ്പോൾ ഒരു വാതിലുണ്ട്, അത് അടയുന്നതിന് മുൻപ് തീരുമാനമെടുക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം. ഇറാൻ ഈ ഭീഷണികൾക്ക് വഴങ്ങാൻ സാധ്യത കുറവാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന ഒരു ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം ഇറാനെ കൂടുതൽ കർക്കശമായ നിലപാടുകളിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു സൈനിക നീക്കത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഇറാൻ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന് മുൻപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംഭവിച്ചാൽ ലോകമെമ്പാടും ഇന്ധനക്ഷാമം ഉണ്ടാവുകയും വില നിയന്ത്രണാതീതമായി ഉയരുകയും ചെയ്യും.
അപ്പം ഈ അറബ് രാജ്യങ്ങളുടെ തീരുമാനങ്ങളും നിർണായകമാണ്. നമുക്കറിയാം അറബ് രാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രമാണ് ഇറാൻ എന്നും അവർ മതപരമായ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നത് അവർ താല്പര്യമില്ല. അറബ് രാജ്യങ്ങളിൽ കൃത്യമായി ഡൊണാൾഡ് ട്രംപിന് നിക്ഷേപ താല്പര്യങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഇറാനെ തൊട്ടാൽ അതിൽ ചൈന ഇടപെടും, അതിൽ റഷ്യ ഇടപെടും, മറ്റൊരു തരത്തിൽ ഒരു അച്ചുതണ്ട് രൂപീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല.